ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയണത് നമ്മൾ പ്ലാവിലോട്ട് ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ വലിയൊരു ചക്ക ഉണ്ട്. അപ്പോൾ എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ അത് അടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് അപ്പോൾ ചക്ക വന്ന് വീണു. എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ വീണ്ടും മുറിച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്കൊന്നും മുറിക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷേ പണ്ടുള്ളവരടുത്തൊക്കെ ചക്ക എങ്ങനെയൊക്കെയാണ് മുറിക്കേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ ഞാൻ മുറിച്ചാലും എനിക്കത്ര അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ അപ്പൂപ്പനാണ് മുറിക്കുന്നത്. കുറേ നേരം ഇങ്ങനെ മുറിച്ചുകൊണ്ടിരുന്നു. അതിൽ കുറേ ചക്കക്കുരുവൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പകുതിയാണ് ഉണ്ടായിരുന്നത് ചക്കക്കുരു. നല്ല കറ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് വിളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ച് ചക്ക വെച്ച് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പാപ്പ. ഞാൻ ഇടുന്ന ചില വീഡിയോയിൽ മാത്രമേ അപ്പാപ്പയെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കയ്യിലൊക്കെ ചക്കക്കറ ആയപ്പോൾ എൻ്റെ അപ്പാപ്പയാണ് ഈ എണ്ണ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയി വെളിച്ചെണ്ണ എടുത്ത് കൊടുത്ത് പിന്നെ എണ്ണ അപ്പാപ്പേരെ എടുത്ത് കൊണ്ടുവച്ച് പിന്നെ അതൊക്കെ വെച്ച് മുറിച്ചുകൊണ്ടിരുന്ന് പിച്ചാത്തിയുടെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം കറ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു പീസ് എടുത്ത് അമ്മാമ്മയുടെ കയ്യിൽ കൊടുത്ത് രണ്ടുപേരും കൂടെ അങ്ങനെ പണിയെടുക്കുവാണ്. അപ്പം പിന്നെ ആ സാധനം എടുത്ത് വെട്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ചുട എടുക്കുന്നത്. പിന്നെ അമ്മാമ്മ വെട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ അപ്പാപ്പ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയത്തിയും രണ്ടുപേരും അതിൻ്റെ ചക്കക്കറ എടുത്തിട്ട് എണ്ണയിൽ തേച്ചതിൽ സ്ലൈം പോലെ കളിക്കുവാണ്. കയ്യിൽ ഒട്ടുമില്ല, കാരണം എണ്ണ കയ്യിലുള്ളതുകൊണ്ട്. മണിക്കുട്ടി അവിടെ ഇങ്ങനെ കയ്യിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയത്തിയും വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പക്ഷേ അതിലൊന്നും തൊടാൻ പോയില്ല. ഞാൻ വീഡിയോ എടുക്കണ ഇതിലായിരുന്നു. പിന്നെ ഒരു ചോള മണിക്കുട്ടി അടിച്ചുകൊണ്ട് പോയി. ഈ ഒരു പ്ലാവിൽ നിന്നാണ് നമ്മൾ ചക്ക എടുത്തത്. മുകളിലോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് വിളഞ്ഞിരിക്കണ കണ്ടു. അതിനിപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പാപ്പ ഒരു ചോള എടുത്ത് തിന്നു. മണിക്കുട്ടി എടുത്ത് തിന്നു നോക്കി. അത്യാവശ്യം നല്ല വിളഞ്ഞ ചക്ക തന്നെയായിരുന്നു. അങ്ങനെ അമ്മാമ്മയാണെങ്കിൽ ചക്കര ചോള എല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ് മുറത്തിൽ. നമ്മളിതിന് ഈ സാധനത്തിന് മുറ എന്നാണ് പറയുക. നിങ്ങൾ ഈ സാധനത്തിന് എന്ത് പേരാണ് പറയാമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. മണിക്കുട്ടി തിന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. എൻ്റെ അനിയത്തി തിന്ന് നോക്കി. പിന്നെ ഞാനും ഒരു ചോള എടുത്തു. ഞാൻ തിന്ന് നോക്കാൻ വേണ്ടി പോയി. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചക്കക്കറി എടുത്ത് ഇങ്ങനെ ആക്കണത്. ഞാൻ പിന്നെ ചക്ക തിന്ന് നോക്കി, കൊള്ളായിരുന്നു. എൻ്റെ അനിയത്തിമാർ തിന്ന് നോക്കി, അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിങ്ങനെ വറുക്കാനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ചക്ക വറുക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ എടുത്ത് വെച്ച് കാണുക. അവിടെ കളിച്ചോണ്ട് തന്നെ ഇരിക്കുവാണ്. അതിന് ശേഷം എൻ്റെ അനിയത്തി ഒരു ചോള എടുത്ത് അവളും കൂടെ തിന്ന് നോക്കി. ഞാൻ തിന്നപ്പോൾ അവൾക്ക് തിന്നാൻ തോന്നി. പിന്നെ അവളും കൂടെ തിന്ന് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട്. പിന്നെ ബാക്കി അമ്മയാണെങ്കിൽ ചക്ക അരിഞ്ഞു. എൻ്റെ ആവി കാരണം ഫോണിലെ ക്ലാരിറ്റി പോയി. പിന്നെ ഞാൻ തുടച്ച് ഉറക്കിയൊക്കെ എടുത്ത് എന്നിട്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അടുത്ത് ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ, അര മുറി തേങ്ങ മാത്രം മതി. അതിന് ശേഷം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ വെളുത്തുള്ളി, ജീരകം, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ സ്റ്റൈലിൽ വെച്ചിരുന്ന ആ ഒരു മുരിങ്ങയ്ക്കും കൂടെ നമ്മൾ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ കൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ചക്ക ഇളക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ചക്ക താളിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുവാണ്. അതിന് ശേഷം അതിലോട്ട് ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇട്ട് ഇച്ചിരി കൂടെ മൂപ്പിച്ചെടുക്കുവാണ് കരിവേപ്പില. അതിന് ശേഷം അതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പുഴുക്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നിങ്ങളൊക്കെ വയ്ക്കുന്നത് ഓരോരോ രീതിയിലായിരിക്കും, പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കണം. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ തോരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ ബീട്രൂട്ട് കിട്ടി. പിന്നെ എനിക്കാണ് ആ ജോലി തന്നത്. ഞാൻ ചീവിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം വെച്ച്. ഈ സാധനത്തിൻ്റെ പേരെന്ന് പറഞ്ഞുകൂടാ, ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊന്നും ഇരുന്നില്ല. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ വലിച്ചു വാരിയിട്ട് ചെയ്തു. അപ്പോൾ ചീവി വന്നപ്പോൾ ഇത്രയും കളറുണ്ടായിരുന്നു. ഇത് ഫിൽറ്ററൊന്നുമല്ല, ഇത്രയും കളറുണ്ടായിരുന്നു അതിന്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് തേങ്ങയും
മഞ്ഞപ്പൊടിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചിട്ട്. എന്നിട്ട് അതും കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. മീനിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയത് ചൂരയാണ്. അപ്പം മുരിങ്ങയ്ക്കയും ഒക്കെ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്താണെങ്കിൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അന്ന് മീൻ കറി ഉണ്ടാക്കിയതുപോലെ ഒരു മീൻ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മീൻ റെസിപ്പി കാണാത്തവർ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, പോയി കാണുക. അപ്പം അതുപോലെ മീൻ വെച്ചു. പിന്നെ അതിലോട്ട് അരപ്പൊഴിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഇൻഗ്രീഡിയൻസ് വിശദമായിട്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ ആ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മ അടുത്ത് ഒരു കടായി വെച്ചിട്ട് അത് എണ്ണ ഒഴിച്ചിട്ട് അത് മീനാണെങ്കിൽ പൊരിച്ചെടുത്തു. ഇപ്പുറത്ത് നല്ല പോലെ മണവും വരുന്നുണ്ട് മീൻ കറിയുടെ. അപ്പുറത്താണെങ്കിൽ അവിടെ നല്ല മുരുമുരാന്ന് മീൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെ റെസിപ്പീസൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മുരിങ്ങയ്ക്കിട്ട മീൻ കറി, പിന്നെ പൊരിച്ച മീൻ, തോരൻ, പിന്നെ ചക്കപ്പുഴുക്ക്. അപ്പോൾ അടിപൊളിയായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക.